ലെറ്റ്സ് ഗോ. സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ AJ ഗ്ലേഷ്യർ. സോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലെ വൂക്കോ. ഓക്കെ, ബ്ലാക്ക് മിത്ത് വൂക്കോ ഒന്നും പറയില്ലേ, അത് വേറെ ഗെയിമിലല്ലേ. ഓക്കെ, ലവ് ദ ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൽ നമ്മളൊരു വൂക്കോങ് ആയിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിലത്തെ രണ്ടാമത്തെ വീഡിയോ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ഇടുക ഗൈസ്, നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക. നമുക്കപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാം, എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ വൂക്കോങ്. ഓക്കെ, വൂക്കോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൂക്കോങ്ങിൻ്റെ ഗെയിംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബ്ലാക്ക് മിത്ത് വൂക്കോങ് എന്ന് പറഞ്ഞൊരു ഗെയിം കഴിഞ്ഞ വർഷം നല്ല രീതിക്ക് പോപ്പുലർ ആയിരുന്നല്ലോ. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് അത് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ലൈനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കാര്യമായിട്ട് അറിയില്ല, ഞാൻ കണ്ടതാണിത്. മൈൻക്രാഫ്റ്റിലെ മാർക്കറ്റ് പ്ലേസിൽ കണ്ടതാണ് ഞാൻ. അപ്പോൾ ഒന്ന് ജസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിനൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ദിസ് ഗെയിം ഈസ് അഡാപ്റ്റഡ് ഫ്രം ദ ഫേമസ് ചൈനീസ് നോവൽ. ഈ ചൈനീസ് നോവലായ ജേർണി ടു ദ വെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗെയിം. ഓക്കെ, ആഫ്റ്റർ വിന്നിങ് ദ ബാറ്റിൽ വിത്ത് ഹെവൻ, സ്വർഗമായിട്ടുള്ള ബാറ്റിൽ, സൺ വോക്കോങ് ഈസ് ഗ്രാൻഡഡ് ദ എംപ്റ്റി ഗ്രേറ്റ് സേജ് ഈക്വൽ ഇൻ ഹെവൻ and given a position in the celestial body. Wukong spends a time freely traveling the universe and make friends with all sorts of carnivore gods. But this eternalness catches the eye of anyone. ഗൈസ്, അതായത് ഹെവനായിട്ടുള്ള ഫൈറ്റ് സ്റ്റേഷൻ സൺ വൂക്കോങ്, അതാണ് നമ്മൾ. സൺ വൂക്കോങ് എൻ്റെ ശക്തികളൊക്കെ മാറ്റി വയ്ക്കുക, അങ്ങനെ എന്തോ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നടക്കുകയാണ്. കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ഇങ്ങനെ റെസ്പോൺസ് ഒന്നും ഇല്ലാണ്ട് നടക്കുന്ന വൂക്കോങ് കണ്ടിട്ട് ജേഡ് എംബറർ അങ്ങനെയുള്ള ഒരാൾ വൂക്കോങ്ങിന് ഒരു ടാസ്ക് കൊടുക്കണം. അതായത് ഇമ്മോർട്ടൽ പീച്ച് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട്, അതിനെ വൂക്കോങ് നോക്കണം. അതിന് വൂക്കോങ് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു പണി വൂക്കോങ്ങിന് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലൊരു ഡോറ് കണ്ട, അത് ക്രോസ് ചെയ്ത് നമ്മൾ ആ വൂക്കോങ്ങായിട്ട് മാറും. ഓക്കെ, അല്ല ഇപ്പോഴും വൂക്കോങ് അങ്ങനെ, അത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗെയിമിലോട്ട് കിടക്കും. ഓക്കെ, ആ ഗാർഡൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കഥ എന്താണെന്ന് മനസ്സിലാവും. എന്തായാലും സ്റ്റോറി ലൈൻ ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെയൊക്കെ വീണ ചാവുമോ? ഇവിടെ വീണ എന്താവും? നമ്മൾ നിന്നിരിക്കുന്ന സ്ഥലം ഇവിടെ മേലെ. ഇതാണല്ലേ സ്ഥലം, കൊള്ളാം. നമ്മുടെ ബാഗിലൊരു മഞ്ഞ കളർ സാധനം, ഒരു പാർട്ടിക്കിൾസ് പോലെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇനി നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് ഗെയിമിലേക്ക് കിടക്കാം. ഇപ്പം തന്നെ 3 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, യെസ്. ഗൈസ്, നമ്മുടെ കയ്യിൽ മറ്റൊരു ഗിയർ എന്നാണ് ഇത് പറയുന്നത്. ഗൈസ്, അത് നല്ല രസമല്ലേ? സ്റ്റാഫ് ഡാമേജ് 5. ലെഫ്റ്റിൽ എന്തോ ഇത് കാണിച്ചു. ഗൈസ്, 5 ദിവസമായ കളിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കറിയില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ പെട്ടെന്ന് സമയം പോയി. ഓക്കെ, സോ നമ്മുടെ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഒരാളുണ്ടായി, അയാളുടെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. തായ്ബായ് ജിൻസിൻസ് അങ്ങനെയാണ് പേര്. ഓക്കെ ഗൈസ്, അപ്പോൾ അയാൾ പറയുന്നത് ഇതാണ് പീച്ച് ഗാർഡൻ. ഇവിടെയുള്ള പീച്ചസ് വെരി പ്രീഷ്യസ് ആണ്. ഓക്കെ, ഒരുപാട് പ്രീഷ്യസ് ആണ്. പ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത്, അങ്ങനെയുള്ളൊരു അർത്ഥമാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ പീച്ചസ് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് നോക്കാം, അതൊരു ഫ്രൂട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. ടുഡേ വിത്ത് ദ പീച്ച് വാൻ ടേക്കിംഗ് പ്ലേസ് അവർ ഏരിയസ് ആർ അണ്ടർ ദ വാച്ച് ഹെവൻ ഗോഡ്സ് എലൈറ്റ് ട്രൂപ്സ്. ഗൈസ്, എലൈറ്റ് ട്രൂപ്സ് പറഞ്ഞാൽ ആരോ ഇവിടെയൊക്കെ നോക്കണ്ട. അപ്പോൾ ഇവിടുത്തെ പീച്ചസ് കാര്യങ്ങളൊക്കെ കട്ടിട്ട് പോകണത് നമ്മൾ നോക്കണം, അങ്ങനെ എന്തോ പറയണേ. എനിക്ക് മനസ്സിലായത് അതാണ്. അതിൽ നിന്ന് പീച്ച് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിലുള്ള പീച്ചാണ് ഇവിടെ ഉള്ളത്. ഒന്ന് 100 ഇയർ, ആ പീച്ചിൻ്റെ കളർ പിങ്ക് ആണ്. പിന്നെ 1000 ഇയർ, അത് ഗോൾഡൻ കളറുമാണ്. ക്യൂൻ മദർ പറഞ്ഞ ഒരു ക്യൂൻ ഉണ്ട്, അവൻ്റെ പീച്ച് ബാങ്കറ്റിൽ 1000 ഇയർ പറഞ്ഞ പീച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആള് പിന്നെ എന്തോ കൂടി പറയുന്നുണ്ട്, അതൊക്കെ കാര്യമായിട്ട് മനസ്സിലായില്ല. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് മൊത്തത്തിൽ. അതിൻ്റെ താഴെ ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ടാവില്ല, ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. ബാക്കിയൊക്കെ ചെറുതായിട്ട് മനസ്സിലായില്ല. അറ്റൻഡൻസ് പ്രോഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കയ്യിലൊരു ഗൈഡ് ബുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇത് കാര്യമൊന്നുമില്ല, കൂടുതൽ മറ്റേ
പി സിയാ കമ്പ്യൂട്ടറിലൊക്കെ കളിക്കുന്നവർക്കുള്ളതാണ് ഇത്. എനിക്ക് മനസ്സിലായി എന്താണെന്ന്, നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സൊക്കെ മനസ്സിലായി. സോ ഓക്കെ ഗൈസ്, നമ്മുടെ വെപ്പണും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വെറുതെ അറ്റാക്ക് ചെയ്ത് കളിക്കണം. ഇതിൻ്റെ അറ്റാക്കുകൾ കാണാൻ നല്ല രസമുണ്ട് ഇല്ലേ, മറ്റേ ഇത് ഫയറൊക്കെ വീണ പോലെ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി ഗെയിം പ്ലേ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. പീച്ചസ് മങ്കി റൈറ്റ് സൈഡിൽ ഒരാളെ കണ്ട. ഇതെന്താ, ഇതാണ് ഗൈസ്, ഇതാണ് അതാ ഗൈസ്. ഇവ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അറ്റാക്ക് ചെയ്യാൻ വരിക തന്നെ ഗൈസ്. ഇവനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവര് നമ്മുടെ ഇത് കട്ടിട്ട് പോകുന്ന എല്ലാം നമ്മൾ കട്ടിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി നിൽക്കുന്ന അങ്ങനെ എന്തോ പറഞ്ഞു ഇവര്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവന് നമ്മൾ കൊല്ലണ്ട ഗൈസ്. ഇതാണ് ഗൈസ് പീച്ച്, 100 ഇയർ പീച്ച്. അപ്പോൾ അവിടെ ദൂരെ കണ്ട ഒരു ഈ മഞ്ഞ സ്ഥലം നമ്മൾക്ക് പോകേണ്ട വഴി നമുക്ക് കാണിച്ചു തരണം. ഓക്കെ, മൈ ഗ്രേറ്റ് കിങ്, ദീസ് ഗാർഡ്സ് ലുക്ക് വെരി ഫിയേഴ്സ് ആസ് ഇഫ് ദേ കുഡ് അറ്റാക്ക് അസ്. ഓക്കെ, അവർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നൊക്കെയാണ് അവൻ പറയുന്നത് ഗൈസ്. ഇതായിരിക്കും അപ്പോൾ 1000 ഇയർ പീച്ച്. ഓക്കെ, എടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം, എന്തായാലും ഇത് എടുത്തിട്ട് പോകാം. പിക്ക് ഗൈസ്, തന്നെ 1000 ഇയർ ഓഫ് പീച്ച് ഗസ്റ്റ് ഐറ്റം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് പോകുന്ന റൂട്ടിക്ക് നേരെ പോവാം. സോ ഇതിൽ നമുക്ക് പുതിയ സ്കില്ലൊക്കെ പഠിക്കാൻ പറ്റുമെന്നോ. ഇവിടെ ദ 7th ഫെയർ. ഓക്കെ, ഗ്രീറ്റിംഗ്സ്, ഹാവ് യു സീൻ മൈ സിസ്റ്റർ ദ ഗ്രീൻ ഫെയറിനെ കണ്ടോ? വി വെയർ ഓർഡേർഡ് ടു കം ഹിയർ ആൻഡ് പിക്ക് പീച്ചസ് പറഞ്ഞ സാധനം എടുക്കാൻ വേണ്ടി ഇവർ ഇങ്ങോട്ട് വന്നതാണ്. അവളുടെ സിസ്റ്റർ ഇതുവരെ വന്നില്ല ഗ്രീൻ ഫെയറി. ദ പീച്ച് ബാങ്കറ്റ് ഈസ് അബൌട്ട് ടു ബിഗിൻ. വാട്ട് ഷുഡ് ബി ഡു? പീച്ച് ബാങ്കറ്റ് ഈസ് അബൌട്ട് ബിഗിൻ, തുടങ്ങാൻ പോവുകയാണ്. അതിനാണ് മറ്റേ 1000 ഇയർ മറ്റേ സാധനമൊക്കെ ആ ക്യൂണിന് വേണം പറഞ്ഞത്. അപ്പോൾ ഇവരിത് കളക്ട് ചെയ്ത് പോയില്ലെങ്കിൽ ആ ക്യൂൺ മദർ അവർക്ക് പണിഷ് ചെയ്യും പറഞ്ഞു. ഓൾ റൈറ്റ്, ദാറ്റ് ഐ സപ്പോസ് ഐ വിൽ ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് എ ബിറ്റ് മോർ. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ പറഞ്ഞ കളി മുന്നോട്ട് പോകില്ല തോന്നുന്നു. ഹെൽപ്പ് ചെയ്യാന്ന് പറയണമെന്ന് തോന്നുന്നു. കാരണം അത് കണ്ട ആ ഗോൾഡൻ സാൻഡ് അവർക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോകാൻ അവിടെ റൂട്ടില്ല. നമുക്ക് ഇവൻ്റെ ഹെൽപ്പ് ചെയ്യാൻ പറയാം. കണ്ട, ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ പറയാം. നോ പ്രോബ്ലം. ഓ മൈ, ഐ കാണ്ട് യു ടു കളക്ട് 5 പീച്ചസ്. ഗൈസ്, നമ്മൾ 5 പീസസ് കളക്ട് ചെയ്ത് കൊടുക്കണം. 1000 ഇയർ വൺസ് ദാറ്റ് യൂഷ്വലി ഫൗണ്ട് ഹൈ അപ്പ് ഇൻ ദ ട്രീസ്. ഐ വിൽ വെയിറ്റ് ഹിയർ. അപ്പോൾ അവൾക്ക് 1000 ഇയർ ആണ് വേണ്ടത്. 1000 ഇയറും കളക്ട് ചെയ്യുക, ഇതും കളക്ട് ചെയ്യുക. നമുക്കപ്പോൾ ഒന്ന് വേഗം പോയി കളക്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ കുറേയധികം ഫൈറ്റിന് ശേഷം നമ്മളതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, പഴയ കിടന്നൊക്കെ നമ്മൾ എടുത്തു 100 ഇയർ പീസ്. കേസ് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, ഹെൽത്ത് കൊടുട്ടെ. ഓക്കെ, ഗ്രീറ്റിംഗ്സ്, ഹാവ് യു കളക്റ്റഡ് ദ ബ്രിഡ്ജ്. ഓ ഗൈസ്, നമ്മൾ ഇത് കൊടുത്ത് അവളെ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യും. ഓക്കെ, പക്ഷേ ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ട്. മറ്റേ നമ്മുടെ കയ്യിൽ തുടക്കത്തിൽ നിന്നിരുന്ന ഒരാളില്ല അവിടെ, അയാൾ നമ്മുടെ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പാടില്ല പറഞ്ഞു. അതാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലായത്. ബാക്കിയുള്ള നമുക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ആ റൂട്ട് എന്തായാലും അങ്ങോട്ട് പോകണം തന്നെ കാണിക്കണം. നമുക്ക് ഒരു ഇതും കൂടി കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അവിടെ ആരോ നിൽക്കുന്നുണ്ട്. എന്താ മേലെ ഗ്രീൻ ഫെയറി. ഓക്കെ, അതായത് ക്യൂൻ ഓഫ് മദറിൻ്റെ കയ്യിൽ ഒരു 7 ഫെയറീസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ദ ഗേറ്റ് ഹീസ് വൈ ആർ യു ഹിയർ അറ്റ് ബാങ്കറ്റ്. ഐ അപ്പോളജൈസ് മൈ റൂഡ്നെസ്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ ആം ക്യൂൻ സിയ ദ 4th ഓഫ് ദ 7 ഫെയറീസ്. കണ്ട, 7 ഫെയറീസിലെ 4ാമത്തെ ഫെയറിയാണ് ഇവിടെ. ഓക്കെ, ഐ ആം ഹിയർ ഓൺ ദ ഓർഡേഴ്സ് ഓഫ് ക്യൂൻ മദർ ടു വാംലി വെൽക്കം ദ ഗസ്റ്റസ് അറ്റൻഡിങ് ദ ബാങ്കറ്റ്. ഗൈസ്, ആ ബാങ്കറ്റ് പറയുന്നത് ഒരു പരിപാടിയാണ് തോന്നുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ട ഗസ്റ്റുകളെയൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂൺ മദർ അവളെ അവിടെ നിർത്തിയിരിക്കുകയാണ് എന്നാണ് അവൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സൗണ്ട് വിയേർഡെന്ന് പറയുന്നത്. കാരണം വേറെ വല്ലതും പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ പറയും. അപ്പം നമ്മൾ സ്റ്റോപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ എ മൊമെൻറ്റ് ഓഫ് സൈലൻസ്. കുറച്ച് നേരം സൈലൻ്റായി നിന്ന ശേഷം അവൾ പറയാണ്. ഗൈസ്, അപ്പോൾ ഇവള് ശരിക്കും ആ 4th ഫെയറേ അല്ല, അവൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അവള് കിങ് സിയ ദ ഗ്രീൻ സ്നേക്ക് ഫിയറി. ഓക്കെ, സ്നേക്ക് ഫെയറി എന്തൊക്കെയാണ് പറയുന്നത്. ഐ വിൽ കം ടു
ദ ഹെവൻ ഗൈസ്. ഹെവൻ പറയുന്ന ഒരാളുണ്ട് തോന്നുന്നു. അവൻ എന്തൊക്കെയോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത് പറയണം. എന്നിട്ട് അവൾ പറയണം, നീ ഇതുവരെ നിന്റെ ഇൻവിറ്റേഷൻ ടോക്കൺ കാണിച്ചില്ലല്ലോ, യു വാണ്ട് ടു സ്നേക്ക് ഇൻ ഇല്ലീഗലി, നീ അതിൽ ഇല്ലീഗലായിട്ട് കടന്നു പോകാൻ നോക്കുകയാണ്, ദാറ്റ്സ് നോട്ട് അലൗഡ്, അത് അലോ ചെയ്യുന്നില്ല, യു നോ ആൻഡ് ദെയർ ആർ ഗാർഡ്സ് ഓൾ അറൗണ്ട്, ഒരുപാട് ഗാർഡ്സ് ഉണ്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചോദിക്കുകയാണ് റിപ്പോർട്ട് മീ, എന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണോ എന്ന് നമ്മൾ ചോദിക്കണം. ഓക്കെ, റിപ്പോർട്ട് മീ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാണ്, യു ആർ സോ പവർഫുൾ ആൻഡ് അൺബോൾഡ്. ഗൈസ്, നീ ഒരുപാട് പവർഫുൾ ആണ്, ഞാൻ നിന്നെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക, ബിസൈഡ്സ് വെയർ ഓൾ ഇൻ ദ സെയിം ബോട്ട്, നമ്മളൊക്കെ ഒരേ ബോട്ടിൽ ഒരേ തോണി തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. അവൾ ക്ഷമ പറയണത് തോന്നുന്നു. ഐ വിൽ ഷെയർ ഓൾ ദ ഇൻഫർമേഷൻ ഐ നോ അബൌട്ട് ദിസ് പ്ലേസ് വിത്ത് യു ഹിസ്. ഗൈസ്, എന്നെ ഹിസ് എന്നാ പറയുന്നത്, എന്താ എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ അവൾക്ക് അറിയുന്ന രഹസ്യങ്ങളൊക്കെ അവൾ പറയാമെന്നാ പറയണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അവൾക്ക് അറിയുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ളത് വലുതും കിട്ടിയാലോ. ഓക്കെ, ദ പീച്ച് ബാങ്കറ്റ് ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്. ആ പരിപാടി തുടങ്ങാൻ പോണേ. ആൻഡ് ഐ വിൽ ഹിയർ ദാറ്റ് മെനി ഫേമസ് ഇമോർട്ടൽസ് വിൽ ബി അറ്റൻഡിങ്. ഓക്കെ, കുറേ ഇമോർട്ടൽസ് പറഞ്ഞ സാധനം മരണമില്ലാത്തവരുന്നാണ്. ഓക്കെ, however, for the safety, everyone's magical gears and treasures will be stored in rooms. Guys, അവൻ്റെ മാജിക്കൽ ട്രഷേഴ്സ്, പിന്നെ ഗിയേഴ്സ്, ഗൈസ് നമ്മുടെ കയ്യിലുള്ള ഗിയർ ഇല്ലേ, നമ്മുടെ വെപ്പൺ, അതുപോലത്തെ കുറേ എണ്ണം റൂമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റോർ ഇൻ ദ റൂംസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ വെന്യൂൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ബോത്ത് സൈഡിലുള്ള റൂമുകളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അവൾ പറയണം. ഗൈസ്, അപ്പം നമ്മൾ അത് പോയി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ളത് കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ അവൾ പറയണം, അവൾക്ക് അവിടെ നിന്ന് ഒരു പ്രീവിയസ്ലി ഫൗണ്ട് എ പീസ് ഓഫ് മാജിക്കൽ ആകും, അവൾക്കൊരു മാജിക്കൽ ആർമർ കിട്ടി, നിനക്കത് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ സൗണ്ട്സ് ഗ്രേറ്റ്, ആദ്യം സൗണ്ട്സ് വീട് എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ കള്ളത്തരം കണ്ടുപിടിച്ച്, അപ്പോൾ സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് പറയണം. ഓക്കെ, നമുക്ക് അവളത് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നേരെ പോയാൽ ഗാഡ്സിൻ്റെ വൈബിടും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ വേണം കറങ്ങിപ്പോകാൻ. ഇതാണ് ഞാൻ. ഓക്കെ, എൻ്റെ രൂപമൊക്കെ മാറ്റുന്നുണ്ട്. ശേഷം ഇതാ കണ്ട ഇതാണ് ഞാൻ. ഓക്കെ, എൻ്റെ കയ്യിൽ ആ ഒരു ആർമർ ഉണ്ട്, അതിട്ട് ഇതാണ് ആർമർ. അപ്പം എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ആർമറോ അത്? അതിങ്ങനത്തെയാണ്, ജസ്റ്റ് നോർമലായിട്ട്. ഇത് ആ കൈസ് ഇതിടുമ്പോൾ നമ്മളെക്കാളും നല്ല ലുക്ക് ഉണ്ട്. നമുക്ക് ഇത് തന്നെ ഇടാം. ഞാൻ കുറേ ഗാഡ്സിനെ കൊന്നു, പക്ഷേ എനിക്ക് ചെറിയൊരു പണി കിട്ടി എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. ഗൈസ്, ഇവിടുത്തെ എങ്ങനെ ഞാൻ പുറത്ത് കിടക്കാം, മേലേക്ക് ചാടിപ്പോ ഒരു ബ്ലോക്ക് പോലും ഇല്ല അവിടെ. ഇതിൽ കൂടെ ചാടിയാണെങ്കിൽ അതിൻ്റെ ടോപ്പിലെത്തും. അതല്ലാണ്ട് നമുക്ക് ഇത് മീൻസ് ഈ ഒരു റൂട്ട് പോകണണ്ട, ഇത് നേരെ പോയിട്ട് ആ റൂമിലേക്ക് എത്തുക. നമ്മൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം, കാരണം നമുക്ക് ചാടിപ്പോവാൻ ഒരു ഇതുമില്ല. ഓക്കെ, സോ ഇപ്പോൾ എന്താ ചെയ്യുക, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ഉള്ളിൽ പോവാം, അതാ നടക്കുള്ളൂ തോന്നുന്നു. ഇത് കണ്ടാ ഞാൻ പിന്നെ ഇതിൽ കൂടെ ഒക്കെ കറങ്ങി അവന് ഫ്രണ്ടിൽ കൂടെ പോകേണ്ടി വരും. ഇതാ അടുത്തൊരുത്തൻ്റെ ബാക്കിൽ അമ്മമാരനെ കൊണ്ട്. ഓക്കെ, ഇപ്പോൾ അവനെയും തീർക്കാം നമുക്ക്. എവിടെ അവൻ രണ്ടെണ്ണത്തിനും തീർക്കാം. അവന്മാരുടെ 2 പേരിനെയും നമ്മൾ കൊന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ അതിലേക്ക് പോയിരിക്കും. ആ ഗോൾഡൻ കളർ പാർട്ടിക്കിൾസ് നമുക്ക് അവിടേക്കുള്ള റൂട്ട് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കണം. അവിടേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അടുത്ത എപ്പിസോഡ് നമ്മൾ അടുത്ത ഗാർഡ്സിനെയൊക്കെ കൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും പോകുന്നതായിരിക്കും. ഈ എപ്പിസോഡ് പറഞ്ഞ ഇപ്പം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഇത് 20 മിനിറ്റ് കൂടുതലായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഇതൊരു 14 മിനിറ്റുള്ള വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇനിയും കുറച്ചും കൂടി വേണമെന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് തൊട്ട് കറക്റ്റ് ആക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ ഇനിയും കുറേ വരും. വീഡിയോ ഇത്ര ലെങ്ത് തന്നെ മതിയായില്ല, ഇനിയും കുറച്ചും കൂടി ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ ഞാൻ വീണായിരിക്കും. ബൈ ഗൈസ്.